السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ലോപാനം, അതിനെ പുകപ്പിക്കുന്നതിനെ പറ്റിയാണ്. അതിനെപ്പറ്റിയുള്ള ഹദീസ് അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിനെ പറ്റി ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടുകളിൽ ലോപാനം പുകപ്പിക്കുക എന്ന്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹും അതിനെപ്പറ്റി പറഞ്ഞത്, അത് ഹൃദയത്തിന് ഒരു ശക്തിയും ധൈര്യവും നൽകുന്നതും മറവിയെ പോക്കുന്നതും ആണ് എന്നാണ്. അതേപോലെ തന്നെ സാദുൽ മആദിലും തിബ്ബുൻ നബവിയിലും ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഈ ലോപാനത്തെപ്പറ്റി, അതിനെ പുകപ്പിക്കുന്നതിനെപ്പറ്റി, അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി. ഇനി ലോപാനം പുകപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നാം ഇന്ന് കൂടുതലായി ഈ കൊതുകുകളെയും മറ്റുള്ള ഇൻസെക്ട്സുകളെയും തുരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലഗുകൾ, കോയിലുകൾ, അതിനെ കത്തിച്ചും പ്ലഗ് വെച്ചും ആണ് നാം ഇന്ന് അവകളെ അകറ്റുന്നത്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര ഒരിക്കലും നല്ലതല്ല എന്നാണ് ഗവേഷകർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് അത് തീരെ നല്ലതല്ല എന്നാണ് അവർ പറയുന്നത്. അതുമൂലം അവർക്ക് ശ്വാസം എടുക്കാനും വിടാനുമുള്ള തകരാറുകൾ ഉണ്ടാകും, കണ്ണിന് പല പ്രോബ്ലംസുകളും ഉണ്ടാകും, അതുപോലെ തന്നെ അലർജിക്കിൻ്റെ പ്രശ്നങ്ങളും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ടാകും, പക്ഷേ കുട്ടികൾക്ക് കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ വലിയ ഡോസുകൾ ഒന്നല്ല, ചിലപ്പോൾ ദൈനംദിനം 1, 2, 3 ഇങ്ങനെയൊക്കെ വെക്കാറുണ്ടല്ലോ. അത് അല്ലെങ്കിൽ അത്തരം കോയിലുകൾ കത്തിക്കാറുണ്ട്. അത് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് മുഖേന ചിലപ്പോൾ വലിയ സീരിയസായ രോഗങ്ങളും വരാം എന്ന് പറയുന്നുണ്ട്. അത് കത്തിക്കുമ്പോഴേക്ക്, ഇത്തരം കോയിലുകൾ കത്തിക്കുമ്പോഴേക്ക് ആ ഭാഗത്ത്, ഒരു റൂമിലാണെങ്കിൽ അവിടെ, പുറത്താണെങ്കിൽ അവിടെ, ആ ഭാഗത്തുള്ള എയറുകളെ അത് മൊത്തമായി മോശമാക്കും, പൊല്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അതിൽ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, രോഗങ്ങളെപ്പറ്റി. വീസിങ്ങുകൾ വരും, അതായത് വിമ്മട്ടം എന്ന് പറയുന്ന ആ സാധനങ്ങൾ. കൂടാതെ ശ്വാസകോശത്തിന് ക്യാൻസർ വരെ വരാം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയകാലത്തുള്ള ആയുർവേദിക്കിൻ്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിനെപ്പറ്റി, ഈ പുകപ്പിക്കുന്നതിനെപ്പറ്റി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗവേഷകർ പറയുന്നത്, നാം പുകപ്പിക്കുമ്പോഴേക്ക് അതിൽ ഈ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വേപ്പില, അതിനെ കത്തിക്കൽ, അതിൻ്റെ ഇലകൾ അതിലിടലും മഞ്ഞൾപ്പൊടി ഇടലും നല്ലതാണ് എന്ന് പറയുന്നു. അവരിതും കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ഗാർലിക്കിൻ്റെ, വെളുത്തുള്ളിയുടെ തോല് കൂടി അതിലിടണം. അത് ഇത്തരം ഇൻസെക്റ്റുകളെ തുരത്താൻ, അകറ്റാൻ നല്ലതാണെന്ന് അവർ പറയുന്നത്. പക്ഷേ
അതിൽ ഈ ഗാർലിക്കിൻ്റെ വെളുത്തുള്ളിയുടെ തോലിടുന്നതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണ്ട. ഈ കത്തിക്കുന്ന സമയത്ത്, പുകയിടുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ വേപ്പിലയും ഒക്കെ ഇടുക, അത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് റീസർച്ചുകൾ നടന്നിട്ടുണ്ട് ഈ ഫ്യൂമിഗേഷനെ പറ്റി, പുകപ്പിക്കുന്നതിനെ പറ്റി. പഴയ കാലത്തുള്ള, അതായത് BC 2600 വന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടറായ നമ്മുടെ ഇന്ത്യക്കാരൻ ഡോക്ടർ ശുശ്രുതൻ, അതായത് ശുശ്രുത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് എഴുതിയ ഏറ്റവും വലിയ 8 വാള്യമുള്ള സംഹിതയുണ്ട്. ഒരു എൻസൈക്ലോപീഡിയക്ക് വർക്കാണ് ഈ മെഡിസിനിൽ. അത് വളരെ നല്ല ഒരു ഗ്രന്ഥമാണ്. അതിലും ഇതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ BC 2000 വന്ന ചരക്ക എന്ന് പറയുന്ന ആ വലിയ ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ സംഹിതയിലും ചരക്ക സംഹിത എന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എൻസൈക്ലോപീഡിയക്ക് വർക്കിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത്രയും വലിയ ആ ഗവേഷകരും പഴയകാലത്തുള്ള ഡോക്ടേഴ്സും ശാസ്ത്രജ്ഞന്മാരും പോലും ഇതിൻ്റെ ഫായ്ദകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലൊരുപാട് ഫായ്ദ ഈ ലോബാൻ പുകപ്പിക്കുന്നതിലുണ്ട്. പഴയകാലത്തൊക്കെ ഈ പുകപ്പിക്കൽ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് കുറഞ്ഞു വന്നത്. നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. പിന്നെ മക്കാമുകളിൽ, മസാറുകളിൽ, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇത്തരം കൊതുകുകളുടെയും പ്രാണികളുടെയും ചെറുപ്രാണികളുടെയും ശല്യങ്ങൾ ഇല്ല. പിന്നെ ലോബാനെ പറ്റി പലരും അതിൻ്റെ ഫായ്ദകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അറബികൾ അന്ധകാലം മുതൽ ഇന്നും അവർ ഡെയിലി എല്ലാ ദിവസവും ലോബാനം കൊണ്ടും മറ്റു ഊതുകളെ കൊണ്ടും പുകപ്പിക്കുന്നുണ്ട്. അവിടെ ഇത്തരം ഈ ശല്യങ്ങൾ, കൊതുകുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഈച്ചകൾ, മറ്റുള്ള ചെറിയ ചെറിയ ഇൻസെക്റ്റുകളുടെ ശല്യങ്ങൾ കാണപ്പെടുന്നില്ല. പിന്നെ അവർക്ക് ആരോഗ്യവും കൂടുതലാണ്. ഒന്നാമത് അവരുടെ ഡയറ്റിംഗ് സിസ്റ്റമാണ്. അവിടെ ആ ഭക്ഷണങ്ങൾ, അറബികളുടെ ഭക്ഷണങ്ങൾ വളരെ നല്ല ഭക്ഷണങ്ങളാണ്. ഡെയിലി അവർ കഴിക്കുന്ന ഈത്തപ്പഴം, അത്തിപ്പഴം, അതുപോലെ തന്നെ ഒരുപാട് ഇലകൾ, അതുപോലെ തന്നെ തേന്, ഇങ്ങനെ ഒരുപാട് നല്ല സാധനങ്ങൾ ഡെയിലി, ലെമൺ, ഇതുപോലെയുള്ള സാധനങ്ങൾ ഡെയിലി അവർ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് രോഗങ്ങൾ വളരെ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പുകപ്പിക്കുന്നതും ഡെയിലി ദൈനംദിനം അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് രോഗങ്ങൾ വളരെ കുറവാണ്. നാം മനസ്സിലാക്കിയിടത്തോളം അവരെ ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തിബ്ബുന്നബവികളിൽ നമുക്ക് കാണുന്ന ഭക്ഷണങ്ങളാണ് അവർ കൂടുതലും കഴിക്കുന്നത്. അവർ അറിഞ്ഞിട്ട് കഴിക്കുന്നതാണോ അല്ല അവരുടെ ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് കഴിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരം ഭക്ഷണങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ശക്തിയാണ്. അവരൊരു പ്രത്യേകം പുകഴ്ത്തുന്നതല്ല, നാം അവരുടെ ഭക്ഷണം കണ്ടത് കൊണ്ട് കുറേ കാലങ്ങൾ അതിൻ്റെ ഫായ്ദകൾ പറയുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞേ ഉള്ളൂ. അവർക്ക് ഭയങ്കര, അവരുടെ എല്ലിന് ഭയങ്കര ശക്തിയാണ്. അവരുടെ കുട്ടികൾ പോലും എത്ര മുകളിൽ നിന്ന് വീണാൽ പോലും എല്ല് പൊട്ടുക എന്നുള്ളത് ഒരു സംഭവം കാണുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് എല്ലാ വിഷയങ്ങളിലും നല്ല ശക്തിയാണ്, നല്ല ആരോഗ്യമാണ്. കാരണം അവരുടെ ഭക്ഷണങ്ങളാണ്, അതിൻ്റെ രീതികളാണ്. ജെയ്ത്തുൻ കായ, ഒലിവ് ഓയിൽ,
ജെയ്ത്തുൻ്റെ എണ്ണ, ഇതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ ആരോഗ്യമുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ദൈനംദിനം ചെയ്യാൻ വേണ്ടി നോക്കണം. ഈ ലോപാനം പുകപ്പിക്കുന്നത് നാം കൂടുതലായിട്ട്, ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ, ലോപാനം, കുന്തിരിക്കം, രാമച്ചം, അഷ്ടഗന്ധം ഇങ്ങനെയുള്ള സാധനങ്ങൾ ആയുർവേദ ഷോപ്പിലൊക്കെ ഇത് കാണാം കൂടുതലായിട്ട്. അപ്പോൾ ഇത് പുകപ്പിക്കുന്നത് ഇത്തരം ഇൻസെക്ട്സുകളെ തടയാൻ വേണ്ടിയിട്ടാണ്, അവയെ തുരത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നാം കൂടുതലും കാണുന്നത് ചിലപ്പോൾ മരിച്ച വീട്ടിൽ അവിടെ ഒരു ചടങ്ങുകളിലാണ് കാണുന്നത്. അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അത് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് പുകപ്പിക്കുന്നത്. അതേപോലെ തന്നെ അത് ദൈനംദിനം പുകപ്പിക്കണം. അതിന് വലിയ നമുക്ക് ഒരു ആരോഗ്യ ഫലങ്ങളുണ്ട്. ഇത്തരം നല്ല കാര്യങ്ങൾ നാം ശീലമാക്കി കൊണ്ടുവരണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എന്നിട്ട് ഇവിടെ നന്നായിട്ട് ജീവിക്കണം. പലരും നാച്ചുറലായ സാധനങ്ങൾ ഉപയോഗിച്ച്, ഇന്നും നമ്മുടെ ഈ ഭൂലോകത്ത് നാച്ചുറലായ സാധനങ്ങൾ ഉപയോഗിച്ച്, അതേപോലെ തന്നെ അവരുടെ ഭക്ഷണവും എല്ലാം അവർക്ക് എന്നും അവരുടെ 60 വയസ്സിൽ അവരെ കാണുന്നത് നാം കാണുമ്പോഴേക്കും 30 വയസ്സ് പോലെയാണ്. അവർക്ക് രോഗങ്ങളില്ല. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും ഈ നാച്ചുറലിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് നമുക്കിവിടെ ആരോഗ്യം വീണ്ടെടുക്കണം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.